SKSF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തപ്പെടുന്ന മദീന ഫാഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മദ്ഹൂർ റസൂൽ സംഗമം, അത് എന്തുകൊണ്ടും അത് വളരെ പുണ്യമായതാണ്. അതിനോടുള്ള ആദരവ് ബഹുമാനങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാവണം ഈ സദസ്സിൽ നമ്മളെല്ലാവരും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കഴിച്ചു കൂട്ടുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിവിടെ 100 വർഷം തികക്കാൻ പോവുകയാണ്. അതിൻ്റെ 100ാം വാർഷികം ഒരു അന്താരാഷ്ട്ര പ്രൗഢിയോടുകൂടി കാസർഗോഡ് ജില്ലയിൽ കുനിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരും ഇതിൽ സംബന്ധിക്കേണ്ടവരൊക്കെയാണ് നിങ്ങളൊക്കെ. അപ്പോൾ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി കൊണ്ട് സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി ഈ കൂടിയ സദാത്തുക്കളും പണ്ഡിതന്മാരും മറ്റ് നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും പങ്കാളികളാവുകയൊക്കെ ചെയ്യണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമായി കൊണ്ടിട്ട് അതിനെ ആക്കി തീർക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നൽകാം. നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ആ സമ്മേളനത്തിന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ആ ജന്മദിനത്തിനോടുള്ള ആദരവ് ബഹുമാനം എന്നൊക്കെ പറയണം. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അവൻ്റെ ഈമാനിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണത്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യനിക്ക് അവൻ്റെ ഈമാൻ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളതായ മഹബത്ത് അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കുക. ആ മഹബത്ത് ഈ ലോകത്തുള്ള സർവസ്വത്തിനേക്കാൾ മഹബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാവണം. ആ നിലക്ക് മഹബത്തുണ്ടായി തീർന്നാൽ മാത്രമേ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിനെ പൂർണ്ണമാക്കി തീർക്കാൻ ആവശ്യമായ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത്. ആ മഹബത്ത് ഏതെല്ലാം രൂപത്തിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ പിൻപറ്റുക, അതതിൻ്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വ്യക്തിത്വം അതെന്താണെന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട സർവസ്വത്തിനെയും ആദരിക്കുക. അങ്ങനെയാണ്. നബിനോട് ബന്ധപ്പെട്ട എല്ലാം ആദരിക്കപ്പെടണം, എല്ലാത്തിനെയും ബഹുമാനിക്കപ്പെടണം. നബിൻ്റെ വസ്ത്രം നബിനോട് ബന്ധപ്പെട്ട ഒന്നാണ്. ആ വസ്ത്രം അതിനെ ആദരിക്കപ്പെടണം, അതിനെ ബഹുമാനിക്കപ്പെടണം. നബിൻ്റെ ആ പുണ്യമായ ശരീരം, ആ ശരീരത്തിനോടുള്ള ആദരവ് ബഹുമാനമൊക്കെ നമ്മളോടുണ്ടാവണം. നബിയിൽ നിന്ന് നബിയുടെ ശരീരത്തിൽ ഉള്ള സർവ്വവസ്തുക്കൾ, അത് എന്താ മുടിയാണെങ്കിലും തൊലിയാണെങ്കിലും ഒക്കെ അത് ആദരിക്കപ്പെടേണ്ടതാണ്, അത് പുണ്യമായതാണ്. നബിനോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ, നബി പ്രസവിക്കപ്പെട്ട ദിവസങ്ങൾ, നബിക്ക് നുബുവത്ത് നൽകപ്പെട്ട ദിവസം, നബി മരിച്ച ദിവസം, നബി ഖബറിൽ അടക്കപ്പെട്ട ദിവസം, നബിയുടെ മഹ്ശർ മൈതാനത്തിൽ വെച്ചുള്ള ദിവസം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, നബി പ്രസവിക്കപ്പെട്ട ദിവസം, നബി മരിച്ച ദിവസം, നബി ഖബറിൽ അടക്കപ്പെട്ട ദിവസം, നബി
ഇതൊക്കെ നബിയോട് ബന്ധപ്പെട്ട പ്രത്യേക ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിത്തീർന്ന പ്രത്യേക സംഭവ വികാസങ്ങൾ ഉണ്ടായ ദിവസങ്ങളൊക്കെ ഇതൊക്കെ ആദരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയല്ലേ ഒരു ദിവസത്തിന് ആദരവ്, ആ ആദരവിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയത് എങ്ങനെ? ഇപ്പോൾ വെള്ളിയാഴ്ചക്ക് ആദരവുണ്ട്, ബഹുമാനം. വെള്ളിയാഴ്ച ഒരു പുണ്യമായ ദിവസമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ദിവസങ്ങളെല്ലാം ഒരേപോലെയല്ല. ദിവസങ്ങളിൽ നിന്നുള്ള ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാൾ പുണ്യം. അതിൻ്റെ കാരണം പറഞ്ഞത് എന്താ? ഫീഹി ഖുലിഖ ആദം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് അതാണ്, ആ ദിവസമായതുകൊണ്ടാണ്. ഒരു നബിനെ പ്രസവിക്കപ്പെട്ട ദിവസം ഏത് ദിവസമാണോ ആ ദിവസത്തിലേക്ക് ഒരു ആദരവുണ്ടാവും. അത് ആ പ്രസവിക്കപ്പെട്ട അതേ ദിവസത്തിലേക്ക് മാത്രമല്ല, ആ ദിവസങ്ങൾ മടങ്ങി വരുമ്പോഴും ആ ആദരവുണ്ടാവണം എന്നാണ്. പ്രസവിക്കപ്പെട്ട ദിവസം പോലെ ആവില്ല ആ ദിവസം മടങ്ങി വരുമ്പോഴുള്ള ദിവസം എന്ന് പറയുന്നത്. പക്ഷെ ഇതുപോലുള്ളൊരു ദിവസത്തിൽ അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടു. അത് ഏതോ ഒരു വെള്ളിയാഴ്ചയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പിന്നെ എല്ലാ വെള്ളിയാഴ്ചക്കും ഇതിനാ പ്രത്യേകത. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആ സൃഷ്ടിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പം അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ വെള്ളിയാഴ്ച ആ ഏതോ ഒരു വെള്ളിയാഴ്ച പ്രസവിക്കപ്പെട്ടു, അതുകൊണ്ട് അവസാനിപ്പിക്കാനല്ലോ കൽപ്പിക്കണത്. വെള്ളിയാഴ്ച മടങ്ങി വരുന്ന ഓരോ വെള്ളിയാഴ്ചക്കും പ്രത്യേകത ഉണ്ട്. അത് ഫീഹി ഖുലിഖ ആദം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്ന് സൃഷ്ടിക്കപ്പെട്ടു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ആ ദിവസത്തിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിട്ട് ഇവിടെ അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്നതായ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിലേക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്വർഗത്തിൻ്റെ പുറത്തേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നതും ഈ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങളുള്ള ദിവസങ്ങളാണ്. ഒന്ന്, മനുഷ്യപിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് ആ സൃഷ്ടിക്കപ്പെട്ട ആ വെള്ളിയാഴ്ചയെ നിങ്ങൾ ബഹുമാനിക്കണം എന്നല്ല പറയണത്. ആ ദിവസത്തെ ബഹുമാനിക്കുന്നത് പോലെ മടങ്ങി വരുന്ന ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ ബഹുമാനിക്കണം. അതല്ല ഇതിൻ്റെ അർത്ഥം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ്. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും ആദം നബിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഏതോ ഒരു വെള്ളിയാഴ്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. നീ മടങ്ങി വരുന്ന ഓരോ വെള്ളിയാഴ്ചക്കും ആ പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. അത് ആ ദിവസം പോലത്തെ പ്രത്യേകത ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ മടങ്ങി വരുന്ന ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ പ്രത്യേകമായി കൊണ്ട് അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ആ ദിവസത്തിന് ഇബാദത്തുകൾ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഒന്ന് ചാടി കളിക്കുക എന്നല്ല. ആ ദിവസത്തിന് ഇബാദത്തുകളെ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം, അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഒരു ഉത്തരം കിട്ടപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞു. ആ സമയം എന്ന് പറഞ്ഞു തന്നോ? അയിമ്പത്തിലേക്ക് അവർ പല സമയങ്ങളും പറഞ്ഞു. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? ആ സമയം എന്ന് പറഞ്ഞു കൊടുക്കാതെ വെള്ളിയാഴ്ച മുഴുവനും ആ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി മുഅ്മിനീങ്ങൾ എന്താവണം? അവരെ ശ്രദ്ധിക്കണം. ഇതായിരുന്നു പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളുടെ സ്വഭാവം. വെള്ളിയാഴ്ച രാവിലെ മുതൽ വെള്ളിയാഴ്ച അസ്തമിക്കുന്ന വരെയുള്ള സമയങ്ങൾ, ആ സമയങ്ങൾ അവർ ഇബാദത്തിലായി കൊണ്ട് കഴിച്ചു. എന്തിനു വേണ്ടി? അന്നൊരു പ്രത്യേകമാവുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളെ ദുആ ആ സമയത്തിലാണ് സംഭവിച്ചതെന്ന് വെക്കുക. എന്നാൽ ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും, ഇന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് അത് ഏത് സമയമാണെന്നുള്ളത് വ്യക്തമാക്കപ്പെടാത്തത് കൊണ്ട്, ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് വ്യക്തമാക്കപ്പെടാത്തത് പോലെ, അപ്പോൾ അത് വ്യക്തമാക്കപ്പെടാത്തത് കൊണ്ട് ആ ദിവസത്തിന് മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാം. ആദം നബിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ്. ആ പുറപ്പെടുവിക്കപ്പെട്ടത് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇഖ്റാജ് പുറപ്പെടുവിക്കൽ കൊണ്ട് ചെയ്തു തന്നത് എന്താ? വലിയൊരു അനുഗ്രഹമാണ്. കാരണം മനുഷ്യനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുക. അതിനക്ക് ആരാണ് അല്ലാഹുവിലേക്ക് വഴിപ്പെടുന്നത്? ആരാണ് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാത്തവൻ എന്ന് അതിലേക്ക് ഉള്ള അത് മനസ്സിലാക്കപ്പെടാനും
അതിന് പറ്റിയതുമായ ഒരു വേദി, അതിൻ്റെ ഒരു മണ്ഡലം, അതിൻ്റെ ഒരു മേഖല അത് സ്വർഗത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് സ്വർഗത്തിലേന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പുറത്ത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ അത് വളരെ പുണ്യമായ ദിവസമാണെന്ന് പ്രഖ്യാപിക്കാൻ കാരണം. ഇത് 3 പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് അതൊരു തിങ്കളാഴ്ചയാണ്. ആ പ്രസവിക്കപ്പെട്ട തിങ്കളാഴ്ചക്ക് വളരെയധികം പ്രതിഫലമുണ്ട്. അതാണ് മറ്റുള്ള ദിവസത്തിനേക്കാൾ ആ ദിവസം ഉത്തമമാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആ പ്രസവിക്കപ്പെട്ട ആ ദിവസത്തിനെ പറ്റിയാണ്. പക്ഷേ ആ ദിവസങ്ങൾ മടങ്ങി വരും. ആ ദിവസങ്ങൾ മടങ്ങി വരുമ്പോൾ ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ ദിവസത്തിന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വ്യാഴാഴ്ച ദിവസത്തിനെ പറ്റി പറഞ്ഞു. വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പുണ്യം ഞങ്ങൾ മനസ്സിലാക്കിയവരാണ് നബിയെ. എന്താണ് തിങ്കളാഴ്ചൻ്റെ പുണ്യം എന്ന് ചോദിച്ചു. നബിയുടെ മറുപടി പറഞ്ഞതെന്താ? ദാക യൗമുൻ ഉലിതു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം എന്നാണ് പറഞ്ഞത്. നബിൻ്റെ ജന്മദിനം അന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പ്രസവിക്കപ്പെട്ടത് ഇതുപോലുള്ളൊരു തിങ്കളാഴ്ച. അപ്പം ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസം തിങ്കളാഴ്ചയായതുകൊണ്ട് ഇവിടെ ആഴ്ചയിൽ മടങ്ങി വരുന്ന ഓരോ തിങ്കളാഴ്ചക്കും പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തിങ്കളാഴ്ചയെ നിങ്ങൾ എന്താക്കണം? ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അന്ന് പ്രത്യേകമായി ചെയ്യേണ്ടതായ ഒരു ഇബാദത്തിനെ പറ്റി കൽപ്പിച്ചു ചെയ്തു. അന്ന് നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടത് അത് നോമ്പാണ്. ആ തിങ്കളാഴ്ച നോമ്പൊൽക്കണം. അത് എല്ലാ തിങ്കളാഴ്ചയും മടങ്ങി വരുന്ന ഓരോ തിങ്കളാഴ്ച നോമ്പൊൽക്കണം. നോമ്പ് മാത്രമല്ല, നോമ്പ് എന്നുള്ളത് അന്ന് കൽപ്പിക്കപ്പെട്ടതായ ഒരു ഇബാദത്താണ്. ഇനി നോമ്പല്ലാത്ത മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ടാണെങ്കിലും ആ ദിവസത്തിൽ എന്താക്കണം? പുണ്യമാക്കണം എന്നാണ്. എന്നതുപോലെ പ്രബലമായ അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വലിലുള്ള 12 ഒരു തിങ്കളാഴ്ചയായിരുന്നു പ്രസവിക്കപ്പെട്ടത്. അപ്പോൾ റബീഉൽ അവ്വൽ 12, ആ 12 ഇവിടെ മടങ്ങി വരുമ്പോൾ ആ ഓരോ 12 പുണ്യമുണ്ട്. ആ പ്രസവിക്കപ്പെട്ട ദിവസത്തിൻ്റെ പുണ്യം പോലല്ല, അതിൻ്റെ പുണ്യം പോലുള്ള പുണ്യം എന്നല്ല, അത് വേറൊരു പുണ്യമാണ്. അതുകൊണ്ടാണ് ആ ദിവസമാണോ അതല്ല മറ്റേ ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായതെന്നൊക്കെ പറയുമ്പോൾ അത് ആ പ്രസവിക്കപ്പെട്ട ദിവസത്തിനെ പറ്റിയാണ്, മടങ്ങി വരുന്ന ദിവസത്തിനെ പറ്റിയല്ല. പക്ഷെ മടങ്ങി വരുന്ന ദിവസത്തിലേക്ക് ഒരു പുണ്യമുണ്ട്. ആ പുണ്യം ഉണ്ടായത് കൊണ്ടിട്ടാണ് ദാക യൗമുൻ ഉലിതു ഫീഹി, അത് എൻ്റെ ജന്മദിനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജന്മദിനമാവുന്ന ദിവസങ്ങൾ അത് തിങ്കളാഴ്ച എന്നുള്ള ദിവസമായതുകൊണ്ട് തിങ്കളാഴ്ചനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. എന്നതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലുള്ളതായ 12 എൻ്റെ ജന്മദിനമായതുകൊണ്ട് ആ 12 ഞങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അപ്പോൾ ചിലർ ചോദിക്കുക, നോമ്പ് വെച്ചാണ് പറയുന്നത്. നോമ്പ് വെൽക്കാനല്ലേ നോമ്പിടോ തിങ്കളാഴ്ച വെൽക്കാനാണ് കൽപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പ് വെൽക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പ് വെൽക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നോമ്പ് വെൽക്കൽ നിർബന്ധമായ കൽപ്പന അല്ല. അപ്പോൾ ഒരാൾ നോമ്പ് വെൽക്കൽ ഞാൻ നോക്കുക, എന്നാൽ മറ്റ് സുന്നത്തായ ഇബാദത്തുകളെ കൊണ്ട് അവിടെ ധന്യമാക്കണം. അങ്ങനെയല്ല, ഒരു സ്ഥലത്തിലേക്ക് ഒരു പുണ്യം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ ബഹുമാനിക്കൽ എങ്ങനെ? ഇബാദത്ത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാഹുന റക്അത്തൈൻ, നബിയെ ഇവിടുന്ന് 2 റക്അത്ത് കഴിയി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ജിബ്രീൽ പറഞ്ഞു, ആദാ ബൈത്തുലഹമിൻ, ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഈ ബൈത്തുലഹമിൽ ഈ ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടുള്ളത്. ഈ ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വല്ല പുണ്യം ഉണ്ടായിരുന്നോ? ഒരു പുണ്യമില്ല. പക്ഷേ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് നബിയെ ഈ സ്ഥലത്തിന് നബിയെ തങ്ങൾ ബഹുമാനിക്കണം എന്ന് പറയണത്. നബിനോട് കാരണം ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദിഹി എന്നാണ്. മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ആ ദൗത്യം തന്നെയാണ് നബിയെ തങ്ങൾ നിർവഹിക്കുന്നത്. അവരിവിടെ പ്രചരിപ്പിച്ചതായ വിശുദ്ധമായ ഇസ്ലാം, ആ ദീനിനെയാണ് നബിയെ തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീഅത്തിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിലും പക്ഷെ അവർ അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത ആ ദീനിനെ പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നബിയെ തങ്ങളിൽ നിന്നുണ്ടാവണം. അവരുടെ ആ മാർഗത്തിലൂടെ പിൻപറ്റണം. അമ്പിയാക്കന്മാരുടെ മാർഗത്തിനോട് നബിയെ തങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? അമ്പിയാക്കന്മാരെക്കാൾ എത്രയോ ശ്രേഷ്ഠകളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർന. എല്ലാ അമ്പിയാക്കന്മാർക്കുള്ള അവസ്ഥ തന്നെയാണ് മാ തഖദ്ദമ, അല്ലാഹു പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നുബുവത്തിന് മുമ്പോ നുബുവത്തിന് ശേഷമോ മരണം വരെയുള്ള കാലഘട്ടത്തിൽ
ഒരു ചെറുദോഷം പോലും അവരിതുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ആ ദോഷങ്ങൾ ഉണ്ടാവുന്നതിന് തൊട്ട് അള്ളാഹു അവർക്ക് പ്രത്യേകമാവുന്നതായ ഒരു കാവലിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു തബിയത്ത്, ഒരു പ്രകൃതിയാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. വസിൻഫുൻ മഫ്തൂറുൻ അലൽ ഇൻസിലാഖ് മിനൽ ഖാദൂറാത്തിൽ ബശരിയ ബിൽ കുല്ലിയ എന്ന പൂർണ്ണമായിട്ടും മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവുന്ന എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധമാവുന്ന ഒരു ഫിത്രത്ത്. നമ്മളെ ഫിത്രത്ത് പോലെയല്ല അമ്പിയാക്കന്മാരെ ഫിത്രത്ത്. അത് എല്ലാ അമ്പിയാക്കന്മാരും അതിൽ സമന്മാരാണ്. അതാണ് വഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക് എന്നതിൽ എല്ലാ അമ്പിയാക്കന്മാരും സമൻ തന്നെയാണ്. അവരിൽ നിന്നൊന്നും അവരുടെ നുബുവത്തിന്റെ കാലഘട്ടത്തിലോ നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലോ മരണം വരെയുള്ളതായ അവരുടെ ജീവിതത്തിൽ ഒരു ദോഷം ഉണ്ടാവുന്നതല്ല. കാരണം ദോഷം ഉണ്ടാവാൻ പറ്റുന്നതായ ഒരു പ്രകൃതിയല്ല മനുഷ്യ. അതാണ് മാന ഇല്ലാ ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞു. അതായത് ബാഹ്യമായ രൂപത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യൻ പോലെയാണ്. അങ്ങനല്ലേ? മനുഷ്യന്റെ മാരിക്കുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തെറ്റിയിപ്പിക്കണം എന്നാണ് മുജാഹിദിയമായത്തൊക്കെ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആളെ കണ്ടാൽ തന്നെ അറിയുമ്പോൾ അത് മനുഷ്യനാണെന്നുള്ളത്. ആ മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും തെറ്റിയിപ്പിക്കുന്ന. എന്നാലും എന്തെങ്കിലും ഒരു തെറ്റ് അവർക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അള്ളാഹു പറയുന്നത് തെറ്റ് അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു പ്രത്യേകമായി കൊണ്ട് തെറ്റ് സംഭവിക്കുന്ന ഒരുത്തരം അള്ളാഹു നബിയാക്കുക. അവൻ തെറ്റ് ചെയ്തിക്കുകയാണെങ്കിൽ ആ തെറ്റും ജനങ്ങൾ അംഗീകരിക്കുക, പിൻപറ്റൂലേ? ആ നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പം അവരിൽ നിന്ന് അവരുടെ ആ ഉയർന്ന സ്ഥാനത്തിനോട് അല്ലത്തി തുഖാലിഫു മഖാമ ഉമ്മുൽ അഅല, അവരാ ഉയർന്ന പദവിനോട് യോജിക്കാത്ത ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളോ ഏതെങ്കിലും നിലക്കുള്ള വാക്കുകളോ എന്തെങ്കിലും മറ്റു സ്വഭാവങ്ങളോ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ആ നിലക്ക് കാരണം അവർ സർവ്വസമയത്തും അല്ലാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ ആലമുൽ ഖുദ്സുമായിട്ട് ഹദ്റത്തുൽ ഖുദ്സുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണം അവർ. അതവർക്ക് നിർബന്ധമായ ഒരു സ്വഭാവമാണത്. ആലമുൽ ഹദ്റത്തുൽ ഖുദ്സിനെ തൊട്ട് വിട്ടുപിരിഞ്ഞതായ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പം അതുകൊണ്ട് സർവ്വ അമ്പിയാക്കന്മാരും അവർ നുബുവത്തിൻ്റെ പ്രസവിക്കപ്പെട്ടോടെ മുതൽ നുബുവത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ചെറുതോ വലുതോ ആവുന്നതായ ദോഷങ്ങൾ മറന്നുകൊണ്ട് വരെ അവരിൽ നിന്നുണ്ടാവില്ല എന്നാണ്. ഖിലാഫുൽ അവല വരെ അവരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. പിന്നെ അവരിൽ നിന്നുണ്ടായ ചില സംബന്ധങ്ങളെ പറ്റി ഖിലാഫുൽ അവല എന്നൊക്കെ ചിലർ പറഞ്ഞാൽ അത് മനസ്സിലാക്കാതെ പറഞ്ഞതാണ്. മനസ്സിലായി? ആ വിഷയത്തിനെ പറ്റി പഠിക്കാത്ത കൊണ്ട് പറഞ്ഞതാണോ? അതെന്താവട്ടെ, ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കില്ല. അപ്പം അമ്പിയാക്കന്മാർ ആ വിഷയത്തിൽ നേരെമറിച്ച് ഒമാ തഅഖർ എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ. ഒമാ തഅഖർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? മരണശേഷം ആ അമ്പിയാക്കന്മാരുടെ വാക്കുകൾക്ക് വ്യർത്ഥം നൽകിയിട്ട് പറയപ്പെടുന്നതായ ചില സ്വഭാവങ്ങൾ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഇപ്പം ആദനബി മഹ്ശറയിൽ ശഫാഅത്തിന് ചെല്ലുമ്പോൾ ആദനബിൻ്റെ അടുത്തേക്ക് ശഫാഅത്തിന് ചെല്ലുമ്പോൾ ആദനബി എന്താ പറയുന്നത്? ആദനബി പറയും, എൻ്റെ അടുത്ത് കൊണ്ട് വരണ്ട മക്കളെ, ഞാൻ ദോഷം ചെയ്തു എന്നല്ല നിങ്ങൾ പറയുന്നത്. ആദനബി ദോഷം ചെയ്തിക്കണോ? ഇല്ല. പക്ഷെ അങ്ങനെ ദോഷം ചെയ്തു എന്നുള്ളതായ ഒരു കിംവദന്തി അല്ലെങ്കിൽ ദോഷം ചെയ്തു എന്നുള്ള ഒരു കുപ്രചരണം ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ആദനബിൻ്റെ ചില ചെയ്തികളിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയല്ലേ? ആ നിരോധിക്കപ്പെട്ട പഴം തിന്നു, നിരോധിക്കപ്പെട്ട തിന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മാറി കാണിക്കാനല്ലേ? അപ്പോൾ വഅസാദബു വിശുദ്ധ ഖുർആനും അങ്ങനെ പറഞ്ഞിരിക്കണമല്ലോ. വഅസാദബുവിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അങ്ങനെ ആദനബി ദോഷം ചെയ്തു എന്ന് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ദോഷം ചെയ്തതല്ലേ നിങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ നൂഹിൻ്റെ അടുത്ത് പോയിക്കോളി എന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പോകുമ്പോഴും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചില വാക്കുകളിൽ നിന്നുണ്ടായി തീർന്ന ചില സംഗതികൾ അതിനെപ്പറ്റി പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിങ്ങളൊക്കെ അങ്ങനെയല്ലേ എന്നെ പറ്റി പ്രചരിപ്പിക്കണത്? നിങ്ങൾ ഇവിടെ വേണ്ട, ഇബ്രാഹിമിൻ്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറയും. ഇബ്രാഹിമിൻ്റെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വരുമ്പോഴോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എന്ത് ഇബ്രാഹിമു ഇല്ലാ സലാസ കദിബാത്ത്. ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. 3 കൊള്ളു പറഞ്ഞു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ഒരു പ്രചരണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 കൊള്ളു പറഞ്ഞിട്ടില്ല, പറഞ്ഞു തൊട്ട് പൊള്ളല്ലേനും. പക്ഷെ ജനങ്ങളതിനെ പറ്റി മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളെ തച്ചോടിച്ചു. മൂപ്പരോട് വന്ന് ചോദിച്ചു, ആരാണ് ഇതിനെ തച്ചോടിച്ചതെന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, അതാ വലിയ ആളാണ്, അതാ കബീർ. ആ ബിംബങ്ങളിൽ നിന്നുള്ളതായ വലിയ ബിംബമാണെന്ന് പറഞ്ഞു. ബിംബങ്ങളിൽ നിന്നുള്ള വലിയ ബിംബം എന്നല്ല മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. മൂപ്പര് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കബീറുഹും അതാ കേട്ടോ,
വലിയ ആൾ ഇവിടെ ഉണ്ടല്ലോ, ചോദിക്കണമെങ്കിൽ ഓനോട് ചോദിച്ചോളൂ, ഇന്നോട് ചോദിക്കണ്ട. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. തച്ചൊടിച്ചതാരെന്നല്ല മൂപ്പര് പറഞ്ഞത്. പക്ഷേ മനസ്സിലാക്കിയവരെന്ത് മനസ്സിലാക്കി? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് തച്ചതൊരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഒരു സംഭവം ഇബ്രാഹിം നബിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പറയപ്പെടും. മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യനെ സംബന്ധിച്ച് സഹോദരി എന്ന് പറഞ്ഞു. അത് ഒരു പ്രയോഗമാണത്. അത് സഹോദരി എന്ന് പറഞ്ഞു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയുള്ള മറ്റൊരാക്ഷേപം. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ 3 കളവുകൾ ഇബ്രാഹിം നബി പറഞ്ഞു എന്നുള്ളൊരു പ്രചരണം, ഒരു കുപ്രചരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി. പക്ഷേ ഈ 3 അങ്ങനത്തെ ഒരു പ്രചരണം ഉണ്ടായതുകൊണ്ട് ഇബ്രാഹിം നബി എന്ത് പറയും? നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ മൂസന്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറയും. അപ്പം മൂസ നബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മൂപ്പരോട് ബന്ധപ്പെട്ടതായ ചില സംഗതികൾ പറയും. ആ ഫിർഔന്റെ അവർ പിന്നെ ആളുകളായിട്ടുള്ള അടി കുത്തുമൊക്കെ ഉണ്ടായ ചില സംഭവങ്ങളുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് മൂപ്പരമേലിൽ ആക്ഷേപിക്കപ്പെടുന്ന ചില ആക്ഷേപങ്ങൾ പറയും. പിന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത്, അപ്പം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തുകൊണ്ട് ചില വാക്കുകൾ പറയുന്നുണ്ട്. എന്താ? അന്ത ഖുൽത തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ മാശറയിൽ. ഈസ നീയും ആണോ പറഞ്ഞത് എന്നെയും എൻ്റെ ഉമ്മാനെയും ഇലാഹാക്കണം? അങ്ങനെ ഈസ നബി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ത്യയിലുള്ളതായ ചില വാക്കുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതற்கு അതിനെ വ്യാഖ്യാനിക്കും. അങ്ങനെ ഈ എല്ലാ അമ്പിയാക്കന്മാരോടും അവരുടെ വാക്കുകൾ അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നബിയെ തങ്ങളെ സംബന്ധിച്ചില്ല. നബിൻ്റെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ വാക്കിനിക്ക് എന്തെങ്കിലും ഒരു അർത്ഥം കൊടുത്തുകൊണ്ട് നബിയെ സംബന്ധിച്ച് ഏതെങ്കിലും നിലക്കുള്ളതായ ആ തെറ്റ് ചെയ്തുവെന്നോ അല്ലെങ്കിൽ ഇന്നൽക്ക് എന്നുള്ളതായ ഒരു കുപ്രചരണം പോലും നബിയെ തങ്ങളെ പറ്റി ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് നബിയെ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു വിശേഷത എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രമാത്രം വിശേഷതയുള്ള നബിനോടാണ് പറഞ്ഞത് ഫബിഹുദാഹു മുഖ്തദിഹി, അവരുടെ ആ പിന്നെ ഹുദനോട് നബിയെ തങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു ദഅവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ മുൻഗാമികളാവുന്ന ആളുകളുടെ ആ ജീവിത ചരിത്രം പൂർണ്ണമായി പഠിക്കുക. എന്നിട്ട് അവരുടെ ജീവിത പ്രവർത്തന മേഖലയിൽ അവർ എങ്ങനെയാണോ പ്രവർത്തിച്ചത് മനസ്സിലാക്കുക. ആ പ്രവർത്തനങ്ങളാവണം, അവരെ ആ സ്വഭാവ ഗുണങ്ങളാവണം നമ്മൾ ഉൾക്കൊണ്ടത്. ഇപ്പം നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. അതിന് സാധാരണ പ്രവർത്തകരാവട്ടെ, നേതാക്കന്മാരാവട്ടെ, ആരാവട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകിയ മഹാന്മാരാവുന്നതായ അതിൻ്റെ മഹത്തുക്കളാവുന്നതായ വ്യക്തിത്വങ്ങൾ, ആ അയിമ്മത്ത് മശായിഖന്മാർ അവരുടെ ആ ജീവിത രീതി, അവരെങ്ങനെയാണ് ഈ പ്രബോധനം അവർ നടത്തിയിട്ടുള്ളത്, അവരുടെ പ്രബോധന മേഖല എങ്ങനെ എന്തായിരുന്നു, അവർ ഈ വിദേഹത്തിനെ എതിർക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവൃത്തികളാണ് അവർ നടത്തിയിട്ടുള്ളത്, അങ്ങനെ തുടങ്ങി അതിനെ അവർ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ എന്തായിരുന്നു എങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആ മാർഗത്തിനോട് നമ്മൾ പിൻപറ്റണം. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇത്രമാത്രം അല്ലാഹു മറ്റുള്ള അമ്പിയാക്കന്മാരെക്കാൾ മറ്റു പല വിശേഷതകളെ കൊണ്ടും വിശേഷണം നൽകപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ഒരുപാട് വിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടല്ലോ. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങൾക്കുള്ളതായ ആ നബിയുടെ ആ ഇസ്തിഫാ ഏതെല്ലാം നിലക്കാണ് അള്ളാഹു നബിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നബിയുടെ പിതാക്കന്മാരെ പരിശോധിച്ച് നോക്കിയാൽ ആ പിതാക്കന്മാർ മുവഹിദീങ്ങളായ ആളുകളായിരുന്നു. വതഖല്ലുബക ഫിസ്സാജിദീൻ, മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നതായ വാപ്പന്മാർ, ആ വാപ്പന്മാർക്കുള്ള മുതുവിൽ കൂടിയ നബിയെ തങ്ങൾ മാറി മാറി വന്നത്. നബിയുടെ പിതാക്കന്മാരുടെ ആ പരമ്പര പരിചയപ്പെടുത്തുന്നത് അവർ മുവഹിദീങ്ങളായ ആളുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നവരായിട്ടുണ്ടായിരുന്നു. വിഗ്രഹാരാധന നടത്തുന്നതായ ഏതെങ്കിലും ഒരു പിതാവ് ഏതെങ്കിലും ഒരു നബിയുടെ പിതാക്കന്മാരിൽ ഉണ്ടായിട്ടില്ല, അതുണ്ടാവുകയില്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവല്ല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കപ്പെട്ടതായ ആസർ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃ സഹോദരനാണ്. പിതൃ സഹോദരനിക്ക് അബ് എന്ന പ്രയോഗം അറബികൾ പ്രയോഗിക്കും. വാലിദ് എന്ന് പറഞ്ഞാൽ അത് നേരെ പിതാവിനിക്ക് മാത്രമേ പ്രയോഗിക്കുള്ളൂ. വൈദ് ഖാല ഇബ്രാഹിമു ലി വാലിദിഹി ആസർ എന്നല്ല വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്.
വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി ആസർന. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെന്നെത്തുന്ന ആ പരമ്പരയും ഇബ്രാഹിം നബി മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെന്നെത്തുന്ന പരമ്പരയും അതൊക്കെ വിശുദ്ധമായ പരമ്പരകൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സാധുത അതിന് പൂർണ്ണമായും കൊണ്ട് ചരിത്രകാരന്മാരുടെ ഇടയിൽ തെളിയിക്കപ്പെടാത്തത് കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് അതിനാൻ വരെയുള്ളതായ ആ പിതാക്കന്മാരുടെ അത് മുമ്പ് അങ്ങനെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നതായ ഒരു സ്വഭാവങ്ങൾ അത് വളരെ കുറവായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അതിനാൽ വരെയുള്ള പാപ്പന്മാരെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടുള്ള പാപ്പന്മാർ വിശുദ്ധന്മാരല്ല എന്നല്ലതിൻ്റെ അർത്ഥം. അവരെ പരമ്പര ആ നിലക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അപ്പം അത്ര വിശുദ്ധമാവുന്നതായ ഹിർക്കൽ ചക്രവർത്തി എന്നെ ചോദിച്ചല്ലോ, കൈഫ രസബുഹു ഫീക്കുന്ന് അബൂ സുഫിയാനോട്. ഈ നുബൂവത്തിനെ വാദിക്കുന്ന ആൾ അയാളെ തറവാടിൻ്റെ സ്വഭാവം എന്താണ്? അപ്പം എന്താ അബൂ സുഫിയാൻ പറഞ്ഞത്? ഇന്നഹു ദൂ നസബി ഫീനാന്നാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനാണ്. അപ്പം എനിക്ക് പിന്നെ ഹിർക്കൽ ചക്രവർത്തി മറുപടി പറഞ്ഞത് എന്താ? ഫക്കദാലിക തുബഅസുൽ അംബിയാഉ ഫീ നസബി ഖൗമിഹി. അംബിയാക്കന്മാർ അങ്ങനെയാണ് നിയോഗിക്കപ്പെടുക. ഓരോ നബിനെ അല്ലാഹു നിയോഗിക്കുമ്പോഴും ആ നബി ആ അന്നത്തെ കാലഘട്ടത്തിൽ അയാൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിലുള്ളതായ കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്നതായ, കാരണം ഉയർന്ന കുടുംബമാകുമ്പോഴേ ഉയർന്ന സ്വഭാവങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. സ്വഭാവങ്ങൾ എന്താവണം? പരമ്പരാഗതമായി ലഭിക്കപ്പെടും. ആ പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്ന സ്വഭാവങ്ങളിൽ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവും. പരമ്പരയിലുള്ളതായ ആളുകൾ ആ വിശുദ്ധന്മാരായ സ്വഭാവ ഗുണങ്ങളുള്ളവരിലേക്ക് എത്തപ്പെടുന്നതായ പരമ്പരയാണെങ്കിൽ അതിലെന്തുണ്ടാവും എന്നറിയോ? മോശമായ സ്വഭാവങ്ങളുണ്ടാവും. അങ്ങനെയല്ല. അതൊരു മാന്യനാണെങ്കിൽ അവൻ്റെ പ്രതികരണം ആവില്ല, ചിലപ്പോൾ മാന്യനല്ലാത്തവൻ്റെ പ്രതികരണം എന്നാണ്. എന്താ വ്യത്യാസം? പരമ്പരൻ്റെ വ്യത്യാസമാണത്. ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം എന്ന് റസൂൽ പറഞ്ഞു. ജാഹിലിയ്യത്തിൽ ഉന്നതമാവുന്നതായ കുടുംബ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളുള്ള വ്യക്തികളുണ്ടാവും. ഉയർന്ന കുടുംബങ്ങൾ തന്നെയായിരിക്കും. അവർ ഇസ്ലാമിലേക്ക് വന്നാൽ അവർ നന്മയുള്ളവർ തന്നെയാണ്. അവരെ ആദരിക്കപ്പെടണം, അവരെ ബഹുമാനിക്കപ്പെടണം. മാത്രമല്ല വിശുദ്ധമാവുന്ന ഇൽമ് അത് അവതരിപ്പിക്കപ്പെടാൻ പറ്റിയതായ സ്വഭാവ ഗുണമുള്ളവരുമായിരിക്കും അവർ. അപ്പം ഇൽമിനെ അവതരിപ്പിക്കപ്പെടാൻ വിശുദ്ധമായ സ്വഭാവ ഗുണങ്ങളുള്ള പരമ്പരാഗതമായി ഉയർന്ന സ്വഭാവങ്ങളുള്ളതായ പരമ്പരയിൽ കൂടി വരണം. ആ ഇൽമ് എന്ന് പറഞ്ഞത് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും വലിയതായ ഒരു ബഹുമതിയാണ് നുബുവത്ത് എന്നുള്ളത്. അത് ഹിബത്തുർ റബ്ബാനിയത്തു യഹബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ ആളുകൾക്ക്, അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തവർക്ക് അള്ളാഹു നൽകുന്നതായ ഒരു ഔദാര്യമാവുന്ന ഒരു ബഹുമതിയാണ് നുബുവത്ത്. അതൊരാൾക്ക് അധ്വാനിച്ച് നബിയാവാൻ കഴിയൂല. വേറെ എന്തെങ്കിലും സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊള്ളൂ. ഇപ്പോൾ ഡോക്ടറേറ്റൊക്കെ അല്ലേ പലരും. അത് എഴുതാതെ ഡോക്ടറാവുന്ന ആളുകളുണ്ടാവും, എഴുതിയാവുന്ന ആളുകളുണ്ടാവും. പൈസ കൊടുത്താലും ചിലപ്പോൾ അത് സമ്പാദിക്കാൻ പറ്റുന്നതായ ചില സ്ഥലങ്ങളിൽ. എന്നാൽ നുബുവത്ത് അങ്ങനെ സമ്പാദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അപ്പം പിന്നെ വിലായത്ത് പോലെയല്ല നുബുവത്ത്. വിലായത്ത് ഔദാര്യമായും കൊണ്ട് ലഭിക്കപ്പെടാം, അത് അധ്വാനിച്ചിട്ടും ലഭിക്കപ്പെടാം. നേരെ മറിച്ച് നുബുവത്ത് അങ്ങനല്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമാവുന്ന ഔദാര്യമാണത്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു ഔദ്യോഗിക ബഹുമതിയാണത്. അതിനേക്കാൾ വലിയൊരു ബഹുമതിയില്ല. അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ അള്ളാഹു പ്രത്യേകമാവുന്ന ചില മാനദണ്ഡങ്ങൾ അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായുള്ള ആളുകൾ അതിനെ അള്ളാഹു തിരഞ്ഞെടുക്കും. അതിൽപ്പെട്ട അങ്ങനത്തെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, ആ അമ്പിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് അള്ളാഹു നബി റഹ്മത്തുക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ, ലോകർക്കൊക്കെ റഹ്മത്തായിട്ടാണ് നബി ഇവിടെ വന്നിട്ടുള്ളത്. ഒരു നബിയെ വിശ്വസിച്ച ആളുകൾക്ക് മാത്രമല്ല, നബിയുടെ മതത്തിൽ ചേർന്ന ആളുകൾക്ക് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത്. ആ മതത്തിൽ ചേർന്നതായ മുഅ്മിനീങ്ങളായ ആളുകൾക്കും അല്ലാത്തവർക്കൊക്കെ റസൂലുള്ളാഹി റഹ്മത്ത് തന്നെയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിശുദ്ധമാവുന്ന ജീവിതത്തിൻ്റെ സ്വഭാവം അങ്ങനല്ലേ. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം. ഇമാം ബുഖാരി തങ്ങൾ അവരുടെ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് കൊണ്ടുവന്നത് ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം. മനുഷ്യന്മാരോട് റഹ്മത്ത് ചെയ്യാന്ന, മുസ്ലിമീങ്ങൾക്ക് മാത്രം റഹ്മത്ത് എന്നല്ല. വൽ ബഹായിം, മൃഗങ്ങളോടും റഹ്മത്ത് ചെയ്യാന്ന്.
ആ മനുഷ്യന്മാരോട് അതാണ് റസൂൽ മഹദിയാവുന്ന അസ്മാ റളിയല്ലാഹു തആല അൻഹ മൂപ്പത്തിയാരെ കാണാൻ വേണ്ടി മൂപ്പത്തിയാരെ ഉമ്മ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളാണ്, ആയിഷ ബീവിൻ്റെ സഹോദരിയാണ്. പക്ഷേ ഈ അസ്മാ റളിയല്ലാഹു തആല അൻഹൻ്റെ ഉമ്മനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ മുസ്ലിമായിട്ടില്ല. അപ്പം അവരും അബൂബക്കർ റളിയല്ലാഹു തആല തമ്മിൽ ബന്ധമില്ല. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അവർ ഇസ്ലാമായി വരാത്തത് കൊണ്ടിട്ട്. പക്ഷേ ഈ അസ്മാ റളിയല്ലാഹു തആല അൻഹൻ്റെ ഉമ്മ ഒരവസരത്തിൽ അസ്മാ റളിയല്ലാഹു തആല അൻഹനെ കാണാൻ വേണ്ടി വന്നപ്പോൾ മക്കളെ കാണാൻ വേണ്ടി ഉമ്മാർ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാരിതോഷികം കൊണ്ടുവരുമല്ലോ. അങ്ങനെ മക്കൾ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോഴും കൊണ്ടുപോകും. അതൊക്കെ പഴയ കാലത്തുള്ളൊരു പതിവ് തന്നെയാണ്, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞാൻ ആ ഉമ്മയുമായുള്ള ആ ബന്ധം ഞാൻ ചേർക്കട്ടെ എന്ന് ചോദിച്ചു. റസൂൽ എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ ഉമ്മ നിൻ്റെ ദീനിലുള്ള പെണ്ണല്ല, അതുകൊണ്ട് ആ ബന്ധം നീ വിച്ഛേദിക്കണം എന്നല്ല റസൂൽ പറഞ്ഞത്. അത് ഉമ്മനോടുള്ള ആ ബന്ധം എന്താക്കണം, നീ ചേർക്കണം എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാബു റഹ്മത്തി നാസ്, അതുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ തന്നെ അധ്യായത്തിൻ്റെ തലക്കെട്ട് കൊടുക്കുന്നത് എന്താ? ബാബു റഹ്മത്തിൻ നാസി വൽ ബഹായി. മനുഷ്യന്മാരോട് റഹ്മത്ത് ചെയ്യുക, മനുഷ്യന്മാരോട് മാത്രമല്ല, വൽ ബഹായി മൃഗങ്ങളോടും റഹ്മത്ത് വേണം. അങ്ങനെ ലോകത്തുള്ളതായ സർവ്വ വസ്തുക്കൾക്കും റഹ്മത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അയക്കപ്പെട്ടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എത്തിച്ചതായ സന്ദേശം. എല്ലാ ജനങ്ങളോടും സ്നേഹത്തിൽ ആദരവ് ചെയ്യേണ്ടവനോട് ആദരവ് ചെയ്തുകൊണ്ടിട്ട്, അതുപോലെ സ്നേഹിക്കേണ്ടവനെ സ്നേഹിച്ചുകൊണ്ട്, സ്നേഹിക്കപ്പെട്ടതായ വസ്തുക്കളെ സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിക്കപ്പെട്ട സ്ഥലങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, ഇതൊക്കെ റസൂൽ പറഞ്ഞത്. മനുഷ്യന്മാർ ഒരു ഉത്തമ കാലഘട്ടത്തിലാണെന്ന് പറയാം. മാ തഫാദലു, അവർ പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തോളം. ഉസ്താദന്മാരെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ശരീക്കന്മാരെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം, വാപ്പനെ ബഹുമാനിക്കണം, വാപ്പൻ്റെ പ്രായക്കാരെ ബഹുമാനിക്കണം, വയസ്സ് കൂടിയവരെ ബഹുമാനിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ശ്രേഷ്ഠതകളുണ്ട്. ആളുകൾക്കുള്ള ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി ആ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തോളം അവർ ഖൈറായിരിക്കും. നേരെ മറിച്ചോ ഫൈൻ തസാവവും, എല്ലാവരും സമമാണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ മുതൽ ഫൈദൻ യഹ്രിക്കൂൻ, നാശം അവിടുന്ന് തുടങ്ങിയെന്നാണ്. ഇപ്പം അങ്ങനെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം അങ്ങനെയാണ്. എല്ലാവരും സമന്മാരാണ്. കണ്ട മുജിത്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിനെ പറ്റി പറഞ്ഞില്ലേ, കും റിജാൽ വനഹം റിജാലിൻ്റെ. അപ്പോൾ അവരും ആണുങ്ങൾ ഞങ്ങളും ആണുങ്ങൾ, അവരെന്തെങ്കിലും പറഞ്ഞ അതേമാതിരി ഞങ്ങൾക്കും എന്താ പറഞ്ഞുകൂടേതാ ചെയ്യുന്നത്. മുജിത്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിക്കപ്പെട്ടതായ ആ മസായിലുകൾ അവർ പുറത്തു കൊണ്ടുവരാൻ അവർ ചെയ്തിട്ടുള്ളത്. അത് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഖുർആനും ഹദീസും അതിന് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതായ ഒരുപാട് അതിൻ്റെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായ മുജിത്തഹിദാവുന്ന ഇമാമിന് ചില പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനത്തെ മുജിത്തഹിദീങ്ങളാവുന്ന അയിമ്മത്തിനെ പറ്റി പറയാണ് ഹും റിജാൽ വനഹു റിജാൽ എന്നതുപോലെ എല്ലാവരും സമന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഹ്രിക്കൂൻ, അത് നമ്മളെ നാശത്തിൻ്റെ തുടക്കമാണ്. അപ്പം അങ്ങനെയാണ്. ഇപ്പം ആർക്കും മസല ഇൽമിന്നല്ലേ, ഇവരില്ലാതെ ഫത്വ കൊടുക്കുന്നതായ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാവും. ആ കാലഘട്ടമാണത്. അപ്പോൾ ആരും എല്ലാവരും സമന്മാരാണ്. ആ സമന്മാരാണെന്ന് നമ്മൾ ധരിച്ചു പോയാൽ നാശമാണ് ഇവിടെ ഉണ്ടാവുക. അത് ഒരു മോശമാവുന്നതായ ഷർറാവുന്നതായ ഒരു അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടായിത്തീരുക. അപ്പം അതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് നമ്മളെ മഹാന്മാരാവുന്ന മശായിഖ് അസാത്തിദത്തൊക്കെ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കിയിരുന്നത് പോലെ ബഹുമാനവും ആദരവൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥലങ്ങളെ ബഹുമാനം, ദിവസങ്ങളെ ബഹുമാനം, വ്യക്തികളെ ബഹുമാനം, ഈ ബഹുമാനമൊക്കെ ചില വസ്തുക്കൾക്കുള്ള ബഹുമാനം, അങ്ങനെയല്ലേ. എല്ലാ കിതാബ് വാരിക്കണം മുസാഫ്, എല്ലാ പുസ്തകം വാരിക്കണം മുസാഫ്. മുസാഫിരിക്കൊരു പ്രത്യേകതയില്ലേ? എന്താ കാരണം? അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട്. ഈ കലാം അവതരിച്ചതായ സ്ഥലത്തിലേക്കൊരു പ്രത്യേകതയില്ലേ? അത് അവതരിപ്പിക്കപ്പെട്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രത്യേകതയില്ലേ? അങ്ങനെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിനൊക്കെ പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടല്ലേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർസിന പർവ്വതത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ബദിയെന്ന് വരുമ്പോൾ മൂപ്പരെ കുടുംബങ്ങളും ഒരു ഖാദിമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴി മനസ്സിലായില്ല. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ഇവിടെ നിൽക്കിങ്ങൾ ഇനി ആനസ്തുലാറം
ഞാൻ അവിടെ വെളിച്ചം കാണുന്നുണ്ട്, അവിടെ പോയിട്ട് ഒന്നിരിക്കൽ ഒരു ഗൈഡിനോട് വിവരം അന്വേഷിച്ച് വരാം, അല്ലെങ്കിൽ ഗൈഡിനെ നമ്മളെ കൂടെ കൊണ്ടുപോകാം, അതല്ലെങ്കിൽ അവിടുന്ന് വെളിച്ചം വാങ്ങി വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എന്താ കേൾക്കണേ? യാ മൂസ ഇന്നിയാനല്ലാ, മൂസേ ഞാൻ അള്ളയാണ്, അതുകൊണ്ട് ഫഖലഅന അലൈക്ക്, നിന്റെ ചെരുപ്പ് നീ ഊരണം. എന്താ? ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ, ഈ തുവ എന്ന് പേരുള്ള ഈ വിശുദ്ധമാവുന്ന ഈ തായ്വരയിലാണ് മൂസ നീ ഉള്ളത് എന്നാ. ആ തായ്വരക്ക് എന്ത് പ്രത്യേകത? തുർസിദ പർവ്വതത്തിന്റെ തായ്വരയുള്ള തുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വല്ല പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകത ഇല്ലായിരുന്നു അതുവരെ. നേരെ മറിച്ച് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അള്ളാഹു ഒരു രൂപത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമായതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ടായി. അതന്നെയാണ്. അപ്പൊ അത് ആ സ്ഥലങ്ങളെ ബഹുമാനിക്കണം, ദിവസങ്ങളെ ബഹുമാനിക്കണം. കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഭവമല്ലേ? നിസ്കാരം ഫർദ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതല്ലല്ലോ. ഫർദ് ചെയ്യാനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ ഫർദ് ചെയ്യുന്ന ഓരോ സംഗതി. അവൻ നിസ്കാരം ഫർദാക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ല, അവിടെ ചെന്നപ്പോൾ നിസ്കാരമായിട്ട് പോകുന്നു മാത്രം, അത് വേറെ കാര്യം. അവിടെ കൊണ്ടുപോയതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണ വ്യവസ്ഥിതി കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? അതാണ് റസൂൽ പറഞ്ഞു, ഇന്നി ലാ അസ്മഉ സ്വരീഫൽ അഖ്ലാം. അവിടെ എത്തിയപ്പോൾ